ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. നമസ്കാരം, ഹാപ്പി വിമൻസ് ഡേ. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് 25,000 രൂപ സമ്മാനങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിറമൺകരയിലെ ഒരുപാട് നിറയെ പെൺകുട്ടികളുള്ള ഒരു കോളേജിലാണ്. ഹെർ ഹൈനസ് മഹാറാണി സേതു ബായ് അവരുടെ പേരിലുള്ള NSS കോളേജ് ഫോർ വുമൻസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എനിക്ക് ചുറ്റും ഒരുപാട് പെൺകുട്ടികളുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ആദ്യം തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. 25,000 രൂപയല്ലാതെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമ്മാനങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കാം. ഒരു ഹായ് തന്നെ, ഹായ് തന്നെ അവിടേക്ക് കൊടുത്തൊരു ഹായ്. അതാണ് ഒരു കിടിലൻ ഹായ് ഒക്കെ കിട്ടിയില്ല. ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഇവരുടെ കോളേജ് ഒരു നീണ്ട പേര്, അവരുടെ കോളേജിൻ്റെ പേര് ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ വേർഡൊക്കെ മിസ്സിംഗ് ആയിട്ടൊരു ഡൗട്ട്. ആദ്യം ഇവരുടെ കോളേജിൻ്റെ പേര് മുഴുവനായിട്ട് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ആരോ ഒന്ന് പറഞ്ഞുതരാം എനിക്ക്. റെഡിയാണോ? എന്താ പേര്? ശ്രുതി. നമ്മുടെ കോളേജിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഹെർ ഹൈനസ് മഹാറാണി സേതു പാർവതി ബായ് NSS കോളേജ് ഫോർ വുമൺ നിറമൺകര. കണ്ടോ, അവര് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഡൗട്ട് ഉണ്ട്. ഓ, ഇടയ്ക്ക് ആൾ ഇങ്ങനെയൊക്കെ പോയി. വേറൊരാൾ പറഞ്ഞേ. ആണ്ടാ പേടി. അടുത്തൊരാൾ പറഞ്ഞേ. ഹെർ ഹൈനസ് മഹാറാണി സേതു പാർവതി ബായ് NSS കോളേജ് ഫോർ വിമൻസ് നിറമൺകര. ഈ കോളേജിൽ ടങ് ട്വിസ്റ്ററിന് വേറെ ഒരു സാധനം കൊടുക്കണ്ട. ഈ പേര് ഒരു 10 തവണ പറഞ്ഞാൽ മതി. എന്തായാലും ഇതൊരു ഗംഭീര കോളേജാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു അടിപൊളി ഓഡിറ്റോറിയം ഉണ്ട്, പിന്നെ ലൈബ്രറി ഉണ്ട്, പിന്നെ എന്തുള്ളത്? ക്യാൻറ്റീൻ ഉണ്ട്, ഹോസ്റ്റൽ ഉണ്ട്, ജിം ഉണ്ടല്ലേ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല, ഒരു ലേഡീസ് കോളേജിൽ ഇത്രയും വലിയൊരു ജിമ്മ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ സ്പോർട്സിന് അത്രയ്ക്കും പ്രാധാന്യമാണോ? ആണോ? ഏതൊക്കെ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പിള്ളേർ പോകും? കബഡി ടീമുണ്ട്, അപ്പോൾ ഇവിടെ സൂക്ഷിക്കണം. ഹോക്കി ഉണ്ട്. ഗുസ്തി ഉണ്ടോ? ഗുസ്തി എനിക്ക് അത് കണ്ടപ്പോൾ അതാ തോന്നിയത്. അതുകൊണ്ടാണ്. കാരണം ഇവരുടെ അടുത്ത് നമ്മളിനി ഗെയിമുമായിട്ട് പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ട് നിൽക്കണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു ഗെയിം ഇട്ടാലോ? ചെറുത്. റെഡിയാണോ? ആരാ ഒരു മത്സരത്തിന് തയ്യാറായിട്ട് ആദ്യം തന്നെ തയ്യാറാവുന്ന ആരാ? റെഡിയാണോ? എന്താ പേരെന്ന് പറഞ്ഞാൽ നേരത്തെ? ശ്രുതി. ശ്രുതി നല്ല പേരാണ്. നമുക്ക് ഒരു പാട്ടുമായി ബന്ധപ്പെട്ടൊരു ഗെയിം കൊടുക്കാം. പാട്ട് പാടുമോ? പാട്ട് പാടില്ല? അന്ന സിനിമ പേര് തരാം. ഓക്കെ, പൂക്കളുടെ പേരിൽ തുടങ്ങുന്ന ഒരു 5 സിനിമ പേര് പറയുക. ഒരു പൂ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യരുത്. ഇപ്പൊ റോസ് എന്ന് പറഞ്ഞ സിനിമ പേര് പറഞ്ഞു, രണ്ടാമത് റോസ് വരരുത്. വേറെ ഏതെങ്കിലും സിനിമ പേരായിരിക്കണം. ഒരു 5 എണ്ണം. റെഡി അല്ലേ? അപ്പൊ ശ്രുതി ആണ് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി സി കേരളം സൂപ്പർ ബമ്പറിന്റെ. പറഞ്ഞു നോക്കിയേ. തോറ്റ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. റോസാപ്പൂ സിനിമയുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. വേഗം വേഗം. ഇത്തിരി പൂവേ ചുവന്ന പൂവേ. കുഴപ്പമില്ല, പോട്ടെ. അടുത്തത് കല്യാണ സൗഗന്ധികം. 3. രണ്ടെണ്ണം കൂടി വരട്ടെ. പൂമരം. ഓ, മരമായി പോയി. എന്നാലും മുല്ല. 5 എണ്ണം പറഞ്ഞിട്ടുണ്ട് ശ്രുതി. ഇതിനകത്ത് പൂവും പൂക്കാലൊക്കെ വന്നു. കറക്റ്റ് 5 പൂക്കളുടെ പേര് തന്നെ തുടങ്ങുന്ന സിനിമ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റും? അല്ലെങ്കിൽ ശ്രുതിക്ക് സമ്മാനം പോകും. അവിടെ ആളുണ്ടോ? ഇങ്ങോട്ട് വന്നേ. അവിടെ നിൽക്കാണ്ട് ഓടി വന്നേ. ഓടി വാ. കൂട്ടുകാരി പണി കൊടുത്താന്ന് തോന്നണേ. കൂട്ടുകാരി ഇതിങ്ങനെ കാണിച്ചു, അതുകൊണ്ട് കിട്ടിയ പണിയാണ്. എന്തായാലും നോക്കാം. എവിടെ എങ്ങോ ഓടി വന്നേ. റെഡി. എന്താ പേര്? നന്ദനയാണ്. എന്തായാലും താങ്കൾ പറ. നന്ദന പറ. പൂക്കളുടെ പേരിലുള്ള 5 സിനിമ കിട്ടില്ല? തോറ്റു? അമ്മ കൈ പോക്കിയേ. എന്നാ നമുക്ക് ശ്രുതിക്ക് തന്നെ സമ്മാനം കൊടുക്കും. നല്ല കൈ കൊടുത്തേ. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ ആദ്യത്തെ സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ശ്രുതിക്കാണ്. ശ്രുതി ഇവിടെ ഏതാ പഠിക്കുന്നത്? अच्छा तो हिंदी में कुछ बोलिए, कुछ ना कुछ बोलिए. हमारे शो के बारे में बोलिए. बहुत अच्छा शो है और इसका होस्ट बहुत अच्छा है. कुछ नहीं पता है. आज के बाद ऐसा नहीं बोलना. हमारा शो मत देखना. ठीक है. ഇപ്പൊ കേരളത്തിൽ എവിടെ ജീവിക്കണമെങ്കിൽ ഹിന്ദി ആവശ്യമായതുകൊണ്ട് ഹിന്ദി പഠിക്കുന്ന ശ്രുതി. ഇതാണ് ഇവിടുത്തെ ബംഗാളി അല്ലേ?
ചന്ദ്രൻ തൊട്ട് ബംഗാളി. എന്നാലും ശ്രുതിക്ക് നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നു. നല്ലൊരു കൈയടി. ഇനി ഇതൊരു തുടക്കം മാത്രമാണ്, സാമ്പിൾ വെടിക്കെട്ടാണ്. 1000 മുതൽ 25,000 രൂപ വരെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ദേ ഗോതയിലേക്ക് ഇറങ്ങാണ്. കട്ടയ്ക്ക് പിടിച്ചോളേ, റെഡിയാണ്, പോവാം. പായും ലോകം മുന്നോട്ടു വേഗം പോകാം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. വെൽക്കം ബാക്ക് പറഞ്ഞത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. ഇന്നിപ്പോ തിങ്കളാഴ്ച തുടങ്ങുമ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണ്. 2 ദിവസം തകർത്തു അല്ലേ? ഉഷാറല്ലേ? നിറമൺകരയിലാണ്, ഇവിടെ NSS കോളേജ് ഫോർ വുമൻസിലാണ് നമ്മൾ. ഇവിടെ നമ്മൾ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? സി കേരളം സൂപ്പർ ബമ്പറിലെ ഗെയിമുകൾ നമ്മൾ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ മത്സരങ്ങൾക്ക് ചെറിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വേഗം ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോ. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. 3000 രൂപയും മേടിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടുന്ന് ടാറ്റ പറഞ്ഞു പോയായിരുന്നു. ആർച്ച പോയപ്പോ അടുത്ത ആളെ എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലേ? റെഡി അല്ലേ? അപ്പോ അടുത്തത് എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്ത് സിനിമയുമായി ബന്ധമുള്ള പേരാണ്. ഏതാണ്? എവിടെയാണ് ആയിഷ? ഇങ്ങോട്ട് വന്നേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ ആയിഷയ്ക്ക്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൽ. അപ്പോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആയിഷയാണ്. നമസ്കാരം. നമസ്കാരം. വണക്കം. വണക്കം. ആഹാ, തല്ലണോലേക്ക്. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. അത്ര എനിക്കറിയാം, അതിന്റെ അപ്പുറത്തേക്ക് എനിക്കറിയില്ല. ഓക്കെ, ഈ ആയിഷ തട്ടത്തിന്മറയത്ത് ഇറങ്ങിയ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആണുമ്പോൾ ഓളാ തട്ടോട്ട് വന്നാണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റൂല. അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? ഇവിടെ പറയാൻ ആരുമില്ല, അത് ആര് പറയാനാണ്? ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇവിടം വരെ എത്തണം അല്ലെങ്കിൽ സ്കൂൾ വരെ എത്തണം സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തിനുള്ള ആരെങ്കിലും ഒക്കെ പറയായിരുന്നു എന്ന് ചോദിച്ചത്. ഇത് വീട്ടിൽ കാണുന്ന ഷോ ആണ്. വീട്ടിൽ കേറ്റാണ്ടാക്കരുത് അതല്ലേ പറഞ്ഞത്? ഇല്ല, അപ്പൊ ആ പേരൊന്നും പറയണ്ട. ഓക്കെ, അല്ല ആയിഷ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? പേരിന്റെ അർത്ഥം അറിയോ? അങ്ങനെ പ്രത്യേകിച്ച് പേര് അർത്ഥമൊന്നുമില്ല. നബിയുടെ ഭാര്യയുടെ പേരാണിത്. അതായത് നബി എടുത്തോണ്ട് നടന്ന് വളർത്തി കല്യാണം കഴിച്ച ആയിഷ. അമ്മോ, അങ്ങനെയാണോ? അത് ശരി, ആ പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആരും എടുത്തോണ്ട് വളർത്തി നടന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്റെ വീട്ടുകാരെന്നെ എടുത്തോണ്ട് നടത്തി വളർത്തി ഇപ്പൊ ഇത്രയാക്കി. ഇനി കെട്ടിച്ചു വിട്ടാ മതി. അത് ശരി, റെഡിയാണോ? അപ്പൊ നമുക്കൊരു റെഡിയാണ്. കല്യാണം കഴിക്കാൻ അല്ല അല്ല, റെഡിയല്ല. എന്താണ് ആയിഷയുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ? എന്താവണം എന്നാണ് ആഗ്രഹം? ഇപ്പൊ എവിടെ ഏതാ പഠിക്കുന്നത്? BA മലയാളം. അടിപൊളി. മലയാളം. എന്താ മലയാളം സെലക്ട് ചെയ്യാനുള്ള കാരണം? മലയാളം അങ്ങനെ സെലക്ട് ചെയ്ത് തന്നൊന്നും അല്ല, യൂണിവേഴ്സിറ്റിക്കാര് തന്നു, വാങ്ങിച്ചു. മലയാള ഭാഷയുടെ പുണ്യം, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ അല്ലേ? വായിക്കാറുണ്ടോ? ഇപ്പൊ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഇപ്പം വായിക്കാറുണ്ട്, ശരിക്കും വായിക്കും. കഥ, കവിത, ഏതാ? നോവല്, നാടകം എല്ലാം വായിക്കോ? ഏറ്റവും ഇഷ്ടം എന്തിനോടാ?
നോവലിനോടാണ്. നോവലിനോടാണ് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് വായിച്ചത് ഏതാ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഒരു ദിവസം തന്നെ നമ്മളിപ്പം 6 മാസത്തെ സെം എക്സാം 3 മാസം കൊണ്ടാകുമ്പോ ഒരു ദിവസം എല്ലാം വായിക്കണ്ടേ? ഞാനേ പഠിക്കാനുള്ള പുസ്തകമല്ല ചോദിച്ചത്, അല്ലാതെ വായന ഉണ്ടോന്നാ ചോദിച്ചത്. പഠിക്കാനുള്ള ഒഴിച്ച് ബാക്കി വായിക്കാൻ സമയം കിട്ടണ്ടേ? അമ്പോ, പക്ഷെ മലയാളം പഠിക്കുമ്പോ പഠിക്കാനുള്ളത് ഒഴിച്ച് ബാക്കി എന്തും വായിക്കാം കേട്ടോ. 24 മണിക്കൂറിൽ വൈകുന്നേരം വരെ ഇവിടാണ്. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. ആഹാ, രണ്ടാമൂഴം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. രണ്ടാമൂഴം വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് ഭീമനെ തന്നെയാണോ? ഭീമനെ. ഭീമനെ സങ്കടമൊക്കെ തോന്നിയോ ഭീമന്റെ ചില അവസ്ഥകളൊക്കെ വന്നപ്പോ? ഭീമൻ ഇത്രയും വലിയൊരു മനുഷ്യന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് തോന്നിയായിരുന്നോ? ഭീമന്റെ അടുത്ത് സങ്കടവും തോന്നി, അർജുനന്റെ അടുത്ത് ദേഷ്യവും തോന്നി. ഈ രണ്ടാമൂഴം അത് വായിച്ചപ്പോ നമുക്ക് ഓരോ നോവൽ വായിക്കുമ്പോഴും അല്ലെങ്കിൽ കഥ വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് വരും അല്ലേ? സ്വാഭാവികമായിട്ടും അത് ഇപ്പൊ ഈ രണ്ടാമൂഴം ഇപ്പോഴത്തെ സിനിമയാവോ ഇല്ലെന്നുള്ള വൻ ചർച്ചയാണ്, കട്ട ചർച്ച നടക്കുന്ന സമയം. അത് വായിച്ചപ്പോ മനസ്സിലാരായിരുന്നു ഈ ഒരു വന്നൊരു രൂപം വെച്ചിട്ട് ആർക്ക് നായകനാവാം? ഭീമൻ മലയാള സിനിമ മാത്രം നോക്കണ്ട കേട്ടോ. ആര്? അല്ല, ഭീമൻ എന്ന് പറയുമ്പോ ദുൽഖർ ഒന്നും വരൂലല്ലോ, മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ തന്നെയാണോ? ലാലേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഇവിടെ എത്ര ലാലേട്ടൻ ഫാൻസ് ഉണ്ട്? ഇനി അടുത്ത് ചോദിക്കണ്ടല്ലോ, എല്ലാരും കൈ നോക്കിയല്ലോ. മോഹൻലാൽ ഫാനാണോ? അല്ല. അല്ല, പിന്നെ മമ്മൂട്ടിയാണ്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ലാലേട്ടൻ പേര് പറഞ്ഞു? മമ്മൂട്ടിയാണ് കർണനാക്കാം. മമ്മൂട്ടിനെ കർണനാക്കാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് അല്ലേ? ഇത് മൂന്നും കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്തായാലും ആയിഷ ഉഷാറാണ്. ആയിഷയുടെ ആദ്യത്തെ ഗെയിം എടുത്താലോ? നമുക്ക് അറിയാലോ, ഇത് പണപ്പെട്ടി, ഇത് പണിപ്പെട്ടി. ഇതിൽ നിന്ന് നമ്മൾ ഒരു ഗെയിം എടുക്കുന്നു, മത്സരം തുടങ്ങുന്നു. റെഡി? അപ്പോ ഐശ്വര്യമായിട്ട് ഒന്ന് കൈയടിച്ചേ. ആയിഷ ആദ്യത്തെ ഗെയിം എടുക്കുന്നു. ഇതൊരു നല്ല ഗെയിം ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ആഹാ, അടിപൊളി ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേര് വളക്കല്ലേ ഒടിക്കല്ലേ എന്നാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഗെയിമിൽ കയ്യിൽ ഒരു കോലുണ്ടാവും എന്തായാലും. അത് വളയ്ക്കാനും പറ്റില്ല, ഒടിക്കാനും പറ്റില്ല. അതായത് ഈ കോലിന്റെ അറ്റത്ത് നമ്മളൊരു സ്പൂൺ പോലെ ഒരു കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ബോള് എറിഞ്ഞു തരും. ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ പിടിക്കും. അതിനുശേഷം ഈ വരുന്ന ബോള് ആ കപ്പ് കൊണ്ട് ക്യാച്ച് ചെയ്തെടുക്കണം. അച്ചോടാ, മനസ്സിലായില്ല. അതായത് കുട്ടി, അതായത് രമണ, കയ്യിൽ 2 കോല്, ആ കോലിന്റെ അറ്റത്ത് ഒരു സ്പൂണ്, അതായത് അതിന്റെ ബോള് നമുക്ക് ക്യാച്ച് ചെയ്യാം. ഈ മീനിനൊക്കെ നമ്മളിങ്ങനെ കോരി എടുക്കുന്ന പോലെ. ഓക്കെ, ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിലൊക്കെ വന്ന് നോക്ക്. അവിടെ വല, നമ്മൾ ചീന വല കൂടാണ്ട് ഒരു നീളമുള്ള കോല്, അതിൻ്റെ അറ്റത്ത് ചെറിയ വല. നമ്മൾ ബട്ടർഫ്ലൈനെ പിടിക്കുന്നുണ്ടോ ചില സിനിമയിലൊക്കെ? അതുപോലത്തെ വല. അതുകൊണ്ട് ഇങ്ങനെ കോരി പിടിക്കുന്ന ആൾക്കാരുണ്ട്. കോരി എടുക്കാന്ന് പറയാ അതിനെ. റെഡി? കണ്ടിട്ടില്ല അല്ലേ? ഇടയ്ക്കൊക്കെ എറണാകുളം ജില്ലയിലേക്ക് ട്രിപ്പ് പോവാ, അപ്പൊ കാണിച്ചുതരാം. ഓക്കെ, അപ്പോ ആയിഷയുടെ ആദ്യത്തെ ഗെയിം അതാണ്, വളക്കല്ലേ ഒടിക്കല്ലേ. ആയിഷ ആദ്യത്തെ മത്സരത്തിന് റെഡിയായി. ഹായ്, ഒന്ന് ഇങ്ങനെ കൈ അടിച്ചേ. പറക്കാൻ പോണോലുണ്ട്, പക്ഷെ ചിറകല്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ ബോൾ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ആയിഷയെ സഹായിക്കാൻ ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. പേര് ആഷിന ഷാജഹാൻ. ഓ, അടിപൊളി. ഓക്കെ, അപ്പോ ഇവര് തമ്മിലാണ് മത്സരിക്കാൻ പോകുന്നത്. ബോൾ ഇട്ട് കൊടുക്കണം. ഇതിലോ 6, ഇതിൽ 6, മൊത്തം 12. അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ 2 സൈഡിലേക്കും ബോളുകൾ എറിഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൂട്ടുകാർ തോറ്റു. റെഡി? കൂട്ടുകാർ ഇത് ക്യാച്ച് ചെയ്യണം, എന്നാലേ ജയിക്കുള്ളൂ. 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ 12 എണ്ണം, 6 അതിൽ 6 ഇതിൽ. റെഡി അല്ലേ? അപ്പൊ തുടങ്ങുന്നു. നന്നായിട്ട് കൈയടിച്ചേ. 1 2 3 സ്റ്റാർട്ട്. എറിഞ്ഞോ. ഇത് ഇത്തിരി എണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു തോന്നുന്നു കേട്ടോ. പോയി. പോയില്ലേ? ഓക്കെ, കൈ നിവർത്തി പിടിക്കട്ടോ, കൈ നിവർത്തി പിടിക്ക്. മൊത്തം 4 എണ്ണം ആയിട്ടുണ്ട്. 4 എണ്ണം ആയിട്ടുണ്ട്. 5 എണ്ണം. കൈ നിവർത്തി പിടിക്കണം കേട്ടോ. 6. അത് ശരി. 7 8 ഓഹോ 9 10 പോയി. ഇതിൽ 6 എണ്ണം ആയിട്ടുണ്ട്. ആയില്ലേ? ഇപ്പോ ഇതിപ്പോ എണ്ണം കൂടുതലായി. മതി. 1 2 3 4 5 6 7 അമ്പോ 1 2 3 4 5 6 7 14 എടുത്തു. ഒരു 20-25 എണ്ണൊക്കെ കൊടുക്കായിരുന്നു. അപ്പോ ആയിഷ
കൂട്ടുകാരിയുടെ സഹായത്തോടു കൂടി എത്ര മേടിച്ചോ? 1000 രൂപ മേടിച്ചിരിക്കുന്നു. നല്ലൊരു കൈ കൊടുത്തേ. അങ്ങനെ നമ്മുടെ ആയിഷക്കുട്ടി 1000 രൂപ സ്വന്തമാക്കി അല്ലേ? സ്വന്തമായില്ലേ? ആയോ? ശരിക്കും ആലോചിച്ച് നോക്കിയേ, സ്വന്തമായോ? അത് തന്നില്ലല്ലോ. അങ്ങനെ ചോദിച്ചാലേ ഞാൻ തരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 1000 രൂപയല്ലേ, ഞാൻ മറന്നുപോയാലോ? മറന്നുപോയി ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും 1000 രൂപ കൊടുക്കാം അല്ലേ? റെഡി അല്ലേ? 1000 രൂപ ആദ്യത്തെ സമ്മാനം. ഇതിനി 10000 ഒക്കെ ആവട്ടെ. നല്ലൊരു കൈയടി. ഓക്കെ ആയിഷ, ഇനിയിപ്പോ അടുത്ത ഏതാണ് ഗെയിം എന്നുള്ളത് നമുക്ക് നോക്കാനുള്ള സമയമാണ്. ഗെയിം എടുക്കാം. എങ്ങനെയാ മലയാളം അല്ല പഠിക്കണമെന്ന് പറഞ്ഞ? കഥ എഴുതാ, കവിത എഴുതാ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അങ്ങനെ മാഗസീനിൽ ഒരെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു കവിത. എന്താ കവിതയുടെ പേര്? അമ്മ എന്നും പറഞ്ഞു. പക്ഷെ അത് പാടാൻ പറയരുത്, ഓർമ്മയില്ല. ഓക്കെ, എഴുതുന്ന കവിത പലർക്കും ഓർമ്മ ഉണ്ടാവാറില്ല. അത് കുഴപ്പമൊന്നുമില്ല. അമ്മ എന്നാണ് കവിതയുടെ പേര്. ഉമ്മച്ചിനെ ഓർത്തിട്ട് എഴുതിയതാണത്. എന്താണ് ഉമ്മച്ചിനെ ഓർക്കാൻ കാരണം? ഉമ്മച്ചിയുടെ ഫുഡാണോ കാരണം? എനിക്ക് ഇഷ്ടമാണ് ഉമ്മച്ചീനെ. എല്ലാവർക്കും അമ്മേനെ ഇഷ്ടമാണ്. ഓക്കെ, ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അങ്ങനെയൊന്നുമില്ല, എന്റെ ഉമ്മച്ചി ഉണ്ടാക്കണ എന്തായാലും എനിക്കത് ഇഷ്ടം. ആമ്പോ പൊളിച്ചു. അതെല്ലാവരുടെയും അവസ്ഥ അതാണ്. നമ്മളിപ്പോ ഓടി വീട്ടിലേക്ക് ചെല്ലും. ഉമ്മച്ചിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അത് പിന്നെ അവധി ദിവസങ്ങളില് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നോക്കി ചെയ്യാറുണ്ട്. പരീക്ഷണ വസ്തു ഉമ്മച്ചിയാണ്. അല്ല, ഞാൻ എന്റെ മാമിക്കാണ് ആദ്യം കൊടുക്കുന്നത്. മാമി എന്താണ് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു മെയിൻ ഐറ്റം? ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കി. കേട്ടല്ലോ അല്ലേ? ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തുണ്ടോ? ഇല്ല, അതിനൊന്നും അവിടെ കിട്ടാറില്ല. എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ജനസംഖ്യ കൂടിയ വീടാണ് ആ ഏരിയയിൽ. ഒന്ന് പറഞ്ഞ ആരൊക്കെയുണ്ട്? 13 പേരുണ്ട്. 13 പേരോ? എവിടെ സ്ഥലം എന്ന് പറഞ്ഞ? പൂജപ്പുര പഞ്ചായത്ത് നിങ്ങളുടെയാണ്? വീടിന്റെ ഫ്രണ്ടിൽ പൂജപ്പുര പഞ്ചായത്ത് എന്നാണോ എഴുതാറ്? അല്ല, പൂജപ്പുര പാലസ് വി റോഡിലാണ് എന്റെ വീട്. ശ്രീ തിരുനാൾ കൊട്ടാരത്തിന്റെ ഒക്കെ അടുത്തായിട്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്? എന്റെ ഉമ്മുമ്മ ഉണ്ട്, ഉമ്മുമ്മയുടെ ഉമ്മ ഉണ്ട്, എന്റെ ഉമ്മച്ചിയുണ്ട്, 2 മാമിമാരുണ്ട്, 2 മാമന്മാരുണ്ട്, പിന്നെ നമ്മള് മക്കളെല്ലാരും കൂടെ 6 പേരുണ്ട്. ഇതപ്പോ നിങ്ങള് പ്രത്യേകം എന്തെങ്കിലും അപേക്ഷ കൊടുത്തു നോക്ക്. ചിലപ്പോ പഞ്ചായത്തായിട്ടൊക്കെ പ്രഖ്യാപിക്കും. അപ്പൊ പഞ്ചായത്തിലേക്കുള്ള മറ്റേ MLA ഫണ്ട് വിഹിതമൊക്കെ ചിലപ്പോ കിട്ടാൻ വഴിയുണ്ട് അല്ലേ? സ്വന്തമായിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ പഞ്ചായത്തില്? നമുക്ക് ഇല്ല. ഓടാൻ റെഡി ആയിട്ട് നിൽക്കാണ് ഞാൻ എന്തായാലും. അപ്പൊ നമുക്ക് അടുത്ത ഗെയിം എടുത്താലോ? എന്താണ് ഗെയിം നോക്കാം. ഇതിൽ നിന്ന് ഒരു ഗെയിം എടുത്തോളൂ. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഗെയിമാണ്. ആ ഗെയിം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? അന്ന് ബ്രേക്ക് എടുത്തോളാൻ പറഞ്ഞോ? ബ്രേക്ക് ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ. സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക് എന്നൊന്ന് പറഞ്ഞേ. സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ ആയിഷ മത്സരിക്കാൻ പോകുന്ന അടുത്ത ഗെയിമിന്റെ പേരാണ് മടക്കിയേറ്. അതായത് നമ്മൾ കയ്യിൽ ഒരു ഇതുപോലെ തന്നെ ബോൾ ക്യാച്ച് ചെയ്യാനുള്ള ഒരു സംഭവം തരും. സ്പൂണോ ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം. ബോൾ നമ്മൾ ഇവിടെ വെക്കണം നമ്മുടെ കയ്യിൽ. എന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് അതിൽ വീഴണം. രജനി സ്റ്റൈൽ. റെഡി അല്ലേ? എങ്ങനെ ഇങ്ങനെ തട്ടിയിട്ട് അതിൽ വീഴ്ത്തണം. ആ ഗെയിം ആലോചിക്കാനും അത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ആലോചിക്കാൻ വേണ്ടി കുറച്ച് സമയം തരാം. അതൊരു കാര്യം ചെയ്യാം. അതുവരെ നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ?
ആയിഷ രണ്ടാം റൗണ്ടിലേക്ക് കടന്നു. 2000 രൂപയുടെ റൗണ്ട് എന്ന് നമ്മൾ പറയും, അതായത് 3000ലേക്കുള്ള എൻട്രി. 100 സെക്കൻഡാണ് ആയിഷയ്ക്ക് കിട്ടുന്ന സമയം. ഇവിടെ നമ്മൾ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് കയ്യിൽ പിടിക്കുക, ബോൾ ഇവിടെ വെക്കുക, പൊക്കി എറിയുക, ഗ്ലാസ്സിൽ ക്യാച്ച് ചെയ്യുക. ഇത്തിരി ടാസ്ക്കാണ്, കാരണം ഈ ഗ്ലാസ്സിലേക്ക് ആ ബോൾ വീഴ്ത്തുക എന്നുള്ളത് ഇത്തിരി ടാസ്ക്കാണ്. അത് ആ മുഖത്ത് കാണാം, ദൈവമേ ഞാൻ പടച്ചവരെ ഞാൻ ഇത് എങ്ങനെ വീഴ്ത്തുന്നുള്ളതാണ്. എന്തായാലും 100 സെക്കൻഡ് കൊണ്ട് 8 ബോളുകൾ ക്യാച്ച് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ തുടങ്ങിക്കോളൂ. ഒരു ഗ്ലാസ് എടുത്ത് കൈ പിടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായിട്ട് കൈയടിച്ചേ, അടിപൊളിയായിട്ട് കൈയടിച്ചേ. അതന്നെ കിട്ടാൻ. ആ ബോൾ പൊക്കോട്ടെ, പോകുന്ന ബോൾ പിന്നെ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് അടുത്ത ബോളിലേക്ക് എടുക്കാം. കുറച്ചുകൂടി പൊക്കി എറിഞ്ഞ് നോക്കിയേ, ചിലപ്പോൾ കിട്ടും. അത് ഉരുണ്ട് താഴേക്ക് പോയി. ടൈം എടുത്ത് ചെയ്തോ. ഓക്കെ, ഒന്നുകൂടി നന്നായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കിട്ടും. ആഴ്ച കളി ജയിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അത് ബോൾ പൊന്തുന്നില്ല, അതുകൊണ്ടാണ് അത് ഉരുണ്ടു പോകുന്നത്. നന്നായിട്ട് കൈയടിച്ചേ. ഇപ്പൊ കിട്ടിയനെ. കിട്ടും. ആ ബോളെ ഉരുണ്ട് തന്നെ പോവാ. അതിങ്ങനെ മുകളിലേക്ക് തള്ളി നോക്കി. അത് തന്നെ. കിട്ടും. കിട്ടൂല, അങ്ങനെ കിട്ടൂല എന്ന് പറഞ്ഞുകൂടാ. എല്ലാരും നന്നായിട്ട് കൈയടിച്ചേ. ആയിഷ ജയിക്കണം. ആയിഷ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കറക്റ്റ് പിടിച്ച് പൊക്കി എറിഞ്ഞു നോക്കി. ഒന്നും കൂടി. ആ ബോള് പൊന്നുന്നില്ല, ഉരുണ്ടാ പോകുന്നത്. 80 സെക്കൻഡ് കഴിഞ്ഞു. നന്നായിട്ട് കൈയടിച്ചേ. ഒരെണ്ണമെങ്കിലും നമുക്ക് ഇടണം. നമുക്ക് കൗണ്ട് ഡൗൺ കൊടുക്കാം, വേറെ നിവൃത്തിയില്ല. റെഡിയല്ലേ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ആയുധം വെച്ച് കീഴടങ്ങി എന്നാണ് ആയിഷ പറയുന്നത്. പക്ഷെ 1000 രൂപ ആൾക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ ഗെയിം ഗംഭീരമായിട്ട് മത്സരിച്ചു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. എന്തായാലും നമുക്ക് ഒരു ഗിഫ്റ്റ് കൂടി കൊടുത്താലോ ആൾക്ക്. അപ്പൊ ഇന്ന് 1000 രൂപ കൊണ്ട് വീട്ടിലേക്ക്, സാധാരണ എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ 2 പേര് 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 1000 രൂപ കൊണ്ട് 13 പേരുടെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത്. എന്ത് ചെയ്യും? പൈസയും കൊണ്ട് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ അല്ലേ? എന്നിട്ട് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ അധികം വീടുകൾ കാണാറില്ല. അതിന്റെ ഒരു രസം ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. അത്രയും പേര് വീട്ടിലുള്ളപ്പോ എന്തൊക്കെയാണ് രസങ്ങൾ? ഫുൾ ടൈം ആള് കാണും വീട്ടില്. എപ്പം വേണോ ആര് വന്നാലും വീട്ടിൽ ആള് കാണും. അടച്ചിടേണ്ട ഒരു ആവശ്യം എനിക്ക് ഒരു 18 വയസ്സാവും. ഈ 18 വർഷത്തിനിടയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ ഭയങ്കര ആഘോഷമാണ്. വീട്ടിലെ ഏറ്റവും സ്മാർട്ട് ആരാണ്? എന്നെ ചോദിച്ചാൽ ഞാനാണെന്നല്ലേ പറയുള്ളൂ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഉമ്മയുടെ പേര് പറയായിരിക്കും. ആളാണോ വീട്ടിലെ കാര്യങ്ങളൊക്കെ മെയിൻ നോക്കുന്നതെന്നൊക്കെ പറയുമായിരിക്കും വിചാരിച്ചു. ഇല്ല, എന്റെ അമ്മൂമ്മയാണ് മെയിൻ കാര്യങ്ങൾ നോക്കണം. പിന്നെ അമ്മൂമ്മയുടെ അമ്മയ്ക്ക് പ്രായമായി എന്നുള്ളല്ലാതെ പ്രായമായതിന്റെ അസുഖങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും മൊത്തത്തിൽ ഉഷാർ. അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നതാണ് എന്ത്? കുടുംബം. അപ്പൊ ഇത് ഇത്തിരി കൂടുതൽ ഇമ്പം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ആയിഷയ്ക്ക് 1000 രൂപയും ഒപ്പം 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനവും നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഹാപ്പി. വീണ്ടും കാണാം. ടാറ്റാ. അപ്പോ ആയിഷ അടിപൊളിയായിട്ട് ടാറ്റ പറഞ്ഞു പോയിട്ടുണ്ട്. 1000 രൂപയാണ് ആയിഷയ്ക്ക് കിട്ടിയുള്ളൂ. നമുക്കിനി അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം. അതിനു മുമ്പ് ഈ കൂടി നിൽക്കുന്നവർക്ക് വീണ്ടും ആർക്കൊക്കെ ഭാഗ്യമുണ്ട്, സമ്മാനമുണ്ട്. നമുക്കൊരു കുഞ്ഞു ഗെയിമും കൂടി ഇട്ടാലോ? ഈ കൂട്ടത്തില് ഒരു കട്ട മോഹൻലാൽ ഫാൻ ഓടി ഇങ്ങോട്ട് വന്നേ. പോരെ, ഒരു മോഹൻലാൽ ഫാൻ എത്തി. സ്വാഭാവികമായിട്ട് അടുത്ത വിളി കട്ട മമ്മൂട്ടി ഫാനായിരിക്കും. ഓടി ഒരു കട്ട മമ്മൂട്ടി ഫാൻ വന്നേ. നല്ല കേടി. അടുത്ത ആളെത്തിയിട്ടുണ്ട്, മമ്മൂട്ടി ഫാൻ. ഇനി നമുക്ക് ഒരു വിജയ് ഫാനും ഒരു അജിത് ഫാനും വേണം. ഇത് ഏതായിരുന്നു?
രണ്ടുമാണ്, പക്ഷെ ഒരാളും കൂടി വേണം. അപ്പോ ആദ്യത്തെ ആൾ മമ്മൂട്ടി ഫാൻ, പേര് പഞ്ചമി സതീഷ്. പഞ്ചമി സതീഷ്. അഞ്ജലി സതീഷ്. അഞ്ജലി സതീഷ് മോഹൻലാൽ ഫാൻ ആയിരുന്നില്ലേ? രണ്ട് സതീശന്മാർ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തത് ഗായത്രി. ഗായത്രി. ഗായത്രി അജിത് ഫാൻ അല്ലേ? അടുത്തത് മാളവിക SK. വിജയ് ഫാൻ. ഓക്കെ, ഇവര് 4 പേർക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ശ്വാസം വിടാതെ നിർത്താതെ സ്വന്തം ഇഷ്ടതാരത്തിന്റെ സിനിമാ പേരുകൾ പറയുക. റെഡി അല്ലേ? പടപടപടപടപടാന്ന് പറയണം. ഇടയ്ക്ക് നിർത്തി പോയാൽ പെട്ടുപോയി, ഔട്ടായി. ആരാ ജയിക്കണേ നോക്കാം. ഏറ്റവും കൂടുതൽ പേര് ആരാ പറയണേ നോക്കാം. വിജയ് ഫാൻ റെഡിയാണ്. ദളപതി എപ്പോഴും മുന്നാലെ ആള് ആണ്. തുടങ്ങിക്കോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഖുഷി, തുള്ളാതെ മനം തുള്ളും, പ്രിയമാന തോഴി, ആലോചിക്കാൻ സമയം എടുക്കുന്നുണ്ടോ? പ്രിയമാനവൾ, ജില്ല, സച്ചിൻ, തുപ്പാക്കി, കത്തി, മർസൽ, തെറി, കൈയ്യടി, സർക്കാർ, ദളപതി. ദളപതിയോ? അല്ല, തലൈവ, തെറി. അടുത്തത് അജിത് ഫാൻ. പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. വിശ്വാസം, വിവേകം, വേതാളം, ബില്ലാവൺ, ഇതാണ് സീക്വൽ ചെയ്തുള്ള ഗുണം. മനസ്സിലായില്ലേ? കഴിഞ്ഞ അച്ചോടാ. അടുത്തത് ലാലേട്ടൻ പോരട്ടെ. ദേവസ്വരം, ജില്ല, ഉദയനാണ് താരം, കൂതറ, മണിച്ചിത്രത്താഴ്, നരസിംഹം, 6-ാം തമ്പുരാൻ, രാംചേട്ട, പുലിമുരുകൻ, പിന്നെ നരസിംഹം, നാട്ടുരാജാവ്, ലൂസിഫർ, ഇറങ്ങണതൊക്കെ പറയാ പറഞ്ഞു. 2-ാം മുഴം, 2-ാം മുഴം അത് ഉറപ്പിച്ചിട്ട് പോലുമില്ല. വില്ലൻ, ഒടിയൻ. ഓക്കെ, അടുത്തത് മമ്മൂട്ടി ഫാനോടതേ. പഴശ്ശിരാജ, രാജമാണിക്യം, കുട്ടേട്ടൻ. നിന്നോ? 3 വല്യേട്ടൻ, വാത്സല്യം, രാജമാണിക്യം. അച്ചോടാ. ഒരു നല്ല കൈയ്യടി കൊടുത്ത് ഇവർക്ക്. ഇതിൽ ആർക്ക് കൊടുക്കണം സമ്മാനം? വിജയ് ഓർ മോഹൻലാൽ? ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേര് വിജയ് എന്നാണ്. സോ വിജയ് വിജയിച്ചിരിക്കുന്നു. താങ്ക് യു. വിജയ് മാത്രം ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളവർ പൊക്കോ. നന്ദി. അപ്പോ പേരിൽ തന്നെ വിജയ് ഉള്ളതുകൊണ്ട് വിജയ് ഫാൻ വിജയിച്ചിരിക്കുകയാണ്. മാളവിക കിട്ടുന്നു നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഒരു ഉപകാരം കൂടി ചെയ്യണം. നമ്മുടെ അടുത്ത മത്സരാർത്ഥി ആരാണ് എന്നുള്ളത് ലോട്ട് എടുത്ത് തന്നിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോ ലോട്ട് എടുത്തോളൂ. അടുത്ത മത്സരാർത്ഥി എന്റെ കയ്യിൽ. വീണ്ടും കാണാം. ബൈ. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇനി അടുത്ത മത്സരാർത്ഥിയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നു. അത് മിഥുന രമേശ് ആണ്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗ്ഗം. മിഥുന എന്താണ് ബർത്ത്ഡേ ആണോ? കളർ ഡ്രസ് ഇട്ടൊക്കെയാണല്ലോ വന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ആഹാ, അതുകൊണ്ട് കളർ ഡ്രസ് ഇടാൻ തീരുമാനിച്ചു. സൂപ്പർ ബമ്പർ കാണാമെന്നാണ് വന്നപ്പോ. സൂപ്പർ ബമ്പർ ഏറെക്കുറെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും അച്ഛനും അമ്മയും പിന്നെ 3 പൂച്ച. മിക്ക വിമൻസ് കോളേജിൽ ചെന്നാൽ ഇത് കേൾക്കാറുണ്ട് ഞാൻ. ഞാനും അച്ഛനും അമ്മയും അനിയനും അല്ലെങ്കിൽ ചേട്ടനും പിന്നെ 2 പൂച്ച 3 പൂച്ച. ഈ 3 പൂച്ചകളുടെ പേരെന്തൊക്കെയാ? വാവച്ചി, കുട്ടു, കുഞ്ഞുട്ടൻ. കുഞ്ഞുട്ടൻ, അത് നല്ല പേരാണല്ലോ. അത് ചെറിയ പൂച്ച, കുഞ്ഞു പൂച്ച. ഇവര് ഏറ്റവും ആദ്യം വീട്ടിൽ വന്നത് ആരാ? വാവച്ചിയാണ് വന്നത്. വാവച്ചി അമ്മ പൂച്ച, കുട്ടു ചേട്ടൻ പൂച്ച, കുഞ്ഞുട്ട അനിയൻ പൂച്ച. ഇത് നമ്മൾ തീരുമാനിച്ചാണോ? അമ്മയും മക്കളാണ്. അമ്മയും മക്കളോട് വന്നുള്ളൂ. ഓക്കെ, മിഥുന മത്സരിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്താലോ? സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അപ്പോൾ നമ്മളിങ്ങനെ ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെർഫോമൻസ് കൂടി ആയാലോ? ഇവിടെ പിള്ളേർ സെറ്റാണ്. പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാൻ.
besito, bien suavecito, bebé. Taqui, 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 rumba. Whoa, oh, oh, oh. Hay music, hay flows. Suplementia. മിഥുന, ഇത് എന്തൊക്കെയാന്ന് മനസ്സിലായല്ലോ അല്ലേ? പണിപ്പെട്ടി ആ. പണപ്പെട്ടി പണിപ്പെട്ടി. പണിപ്പെട്ടി പണപ്പെട്ടി. സാധാരണ ആൾക്കാർ ആദ്യം ഇതാണ് പറയാറ്. നമ്മൾ ആദ്യം തന്നെ പണി ചോദിച്ച് മേടിക്കാൻ തീരുമാനിച്ചിട്ട് പണിപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഫ്രണ്ട് പാട്ട് പാടാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മൈക്ക് വന്നാ ഞാൻ പോയി പാട്ട് കേൾപ്പിച്ചു തരാം. ഒരു നല്ല കൈഡി കൊടുത്തേ. ഓക്കെ, എന്താണ് പാട്ട് പാടാൻ പോകുന്ന ആളുടെ പേര്? മനുജ. മനുജ. മനുജ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? വടമാപ്പിളை. അടിപൊളി പാട്ട് പാടിക്കോ. Hey வடமாப்பிளை வலப்பல தொப்பல வாலிபால் ஆடலாமா? Hey ஆடு சக்கல சைக்கிள் கப்பல கிடுக்கு புடி போடலாமா? மூக்கு கீழே முத்து கொடும் கடிச்சு புட்ட கத்த கூடாது. முந்தானையில் முட்டை குட்டும் முள்ளு குத்தும் ரத்தம் வராத. எப்படி താങ്ക് യു. അപ്പൊ ഉഷാറായി. ഇനി മിഥുനയ്ക്കുള്ള അവസരമാണ്. മിഥുന മത്സരം തുടങ്ങാൻ പോകുന്നു. ആദ്യത്തെ പണി ചോദിച്ച് മേടിക്കാൻ പോകുന്നു. ഗെയിം എടുത്തോളൂ. ഈ ഗെയിമിന്റെ പേര് കൈക്കൂടാരം എന്നാണ്. പേര് പോലെ തന്നെയാണ് ഗെയിം. നമ്മൾ കയ്യിൽ ഒരു ഇതുപോലെയുള്ള ഒരു സ്ക്വയർ സംഭവം പിടിക്കാൻ തരും. അത് കയ്യിൽ ബാലൻസ് ചെയ്ത് വെക്കണം. അതിന്റെ മുകളിൽ നമ്മളൊരു കൂടാരം, ഒറ്റ കൂടാരം പണിയും. റെഡി? ബോളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കൂടാരം പണിയാ. ബാലൻസിങ് ഗെയിമാണിത്. ബാലൻസിങ്. ബാലൻസ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പൊ എല്ലാം ശരിയായിക്കോളും. ഓക്കെ, അപ്പോ മിഥുന ആദ്യത്തെ ഗെയിമിലേക്ക് 1000 രൂപ കിട്ടുന്ന ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കുന്നു. കൈ കൂടാരം. മിഥുനയുടെ ആദ്യത്തെ മത്സരമാണ്. കൈക്കൂടാരമാണ്. ആ കയ്യിൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ. ഓക്കെ, ഇവിടെ ബോൾ ഉണ്ട്, ഇതുണ്ട്. ഇതിന്റെ മുകളിൽ ബോൾ എടുക്കണം. അത് ഇതിന്റെ മുകളിൽ വരണം. 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് ഉണ്ട്. 10 എണ്ണമാണ്, 10 കൂടാരമാണ് വരേണ്ടത്. റെഡി അല്ലേ? പയ്യെ കളിച്ചാൽ മതി, ധൃതി കാണിക്കണ്ട. ഇത് എപ്പോഴും ഉരുണ്ടു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് 2 മിനിറ്റ് ടൈം എടുത്ത് ചെയ്താൽ മതി. ഒരിക്കലും ഒരു വെപ്രാളം എന്ന് പറഞ്ഞ പരിപാടി ഈ ഗെയിമിന് വേണ്ട. റെഡിയാണ്? ആൾ ഉഷാറാണ്. അപ്പോ തുടങ്ങുന്നു. 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും അടിപൊളിയായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ. മിഥുനെ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. ഒന്നായിട്ട് ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം ഇതെല്ലാം ഉരുണ്ട് പടഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് സൂക്ഷിച്ച് ഇവിടെ ഉള്ളതൊക്കെ മറിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക്. അവിടെ നിന്ന് ഒരു ബോൾ പോയി, 1 2 പോയി. ഇപ്പൊ 2 എണ്ണം പയ്യെ ചെയ്തു. നാലാമത്തെ ആള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. 4 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പയ്യെ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ 3 എണ്ണം പോയിട്ടുണ്ട്. പോയ ബോള് പോട്ടെ, കുഴപ്പമില്ല. സ്റ്റേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ നിൽക്കണം. നൈസിന് ഇത്തിരി ഫെവിക്വിക്കും കൊണ്ട് പോരാൻ പാടില്ലായിരുന്നോ? അറിഞ്ഞില്ലല്ലോ പൊന്നെ. ഞാൻ വെച്ചെന്തെങ്കിലും ശരിയാവണേ. പെട്ടെന്ന് സങ്കടം തോന്നിട്ട് പറഞ്ഞ് എടുത്ത് വെച്ചേക്കാൻ തോന്നി. സാരില്ലേ, പോട്ടെ. ഇപ്പൊ 4 പോയി. പയ്യെ നന്നായിട്ടൊന്ന് കൈയടിച്ച്. അകത്ത് ന്യൂറോളജി. ഇതിപ്പോ 8 എണ്ണം. ഇനി 2 എണ്ണം കൂടി വെച്ച്. ഇനി പതുക്കെ ബോൾ എടുത്ത് വെച്ച്. ഈ 1000 രൂപയിൽ 500 എനിക്ക് തരണം കേട്ടോ. ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നേന്. ഞങ്ങളുടെ ഗെയിം മാസ്റ്ററിനെ ഓടിക്കും. ഒന്ന് കൈയടിച്ചേ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. സൂപ്പർ. പയ്യെ അത് ചെരിയാതെ കുനിഞ്ഞ് ഓരോന്നായിട്ട് എടുത്ത് വെച്ചോ. ആള് ബുദ്ധിപരമായിട്ട് 2 ബോളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പയ്യെ വെക്ക്. ഓക്കെ, അടുത്തത് 5 എണ്ണം സെറ്റ് ആയിരിക്കുന്നു. 5 എണ്ണം സെറ്റ് ആയിരിക്കുന്നു. ഇനി വളരെ സ്ലോവില് 5 എണ്ണം എടുത്തു വെച്ചാൽ മതി. അത് പോട്ടെ. എടാന്നൊക്കെ എന്നെയല്ല കേട്ടോ, അത് ബോളിനെ വിളിച്ചതാണ് കേട്ടോ. വീട്ടില് കുട്ടൂസാന്ന് വിചാരിച്ചു, പൂച്ചക്കുഞ്ഞ്.
ഇല്ല ഇരിക്കുന്നില്ല. ഓക്കെ, പയ്യെ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് പയ്യെ സെറ്റ് ചെയ്താൽ മതി. പയ്യെ സെറ്റ് ചെയ്താൽ മതി. ആ, ഈ അറ്റത്ത് നിന്ന് അങ്ങോട്ട് പോക്കും. അടുത്ത ഐഡിയ. അപ്പൊ 500 750 രൂപ എനിക്ക് കേട്ടോ. 750 രൂപ എനിക്ക്. അതിന് 3 എണ്ണം കൂടി സെറ്റ് ചെയ്താൽ മതി. വളരെ പയ്യെ സെറ്റ് ചെയ്യുക. അത് പോട്ടെ, അത് കുഴപ്പമില്ല, പോട്ടെ. ബോൾ എടുത്തോ, അടുത്ത ബോൾ എടുത്തോ. ആ, ഇനി സെറ്റ് ചെയ്താൽ മതി. പോക്കിൽ 2 ബോൾ എടുത്തിട്ട് പോരെ. അതല്ലെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുനിഞ്ഞെടുക്കേണ്ടി വരും. ഇതിൽ കൂടുതലൊന്നും ഈ ഗെയിമിന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആ, കുഴപ്പമില്ല. എല്ലാം പോയി. ഇപ്പൊ എല്ലാം പോയി. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമാണ്. പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിക്ക് സെറ്റ് ചെയ്തോ. 10 9 8 7 6 5 4 3 2 വരാ. വേണ്ട മിഥുന, അതൊരു ഹെവി ടാസ്ക് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ഒന്നുമല്ല, മൈക്ക് പറ, നല്ല എല്ലാവരും കേട്ടു. കൈ എത്തണില്ലായിരുന്നു. എന്നാലും 8 എണ്ണം വരെ എത്തിയായിരുന്നു. 2 എണ്ണം കൂടി മതിയായിരുന്നു. ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. ഈ ബുദ്ധി ആദ്യം ഉപയോഗിക്കണമായിരുന്നു. ഞാനാണെങ്കിൽ ഐഡിയ പറഞ്ഞു കൊടുത്ത ഐഡിയ ഒരു 750 രൂപ അടിച്ചു മാറ്റാന്ന് വെച്ചാൽ അതും നടന്നില്ല. അവസാനം കൊണ്ട് എല്ലാം കളഞ്ഞു. ആ കൈ എത്താത്തോണ്ട് മാത്രമാണ് അത് തോറ്റത്. എന്തായാലും ജയിച്ചത്. ഇവിടെ ഏതാ പഠിക്കുന്നത് അത് ചോദിക്കട്ടെ. ഫിലോസഫി, BA ഫിലോസഫി. ഫിലോസഫിക്കലി ഒന്ന് ഡീൽ ചെയ്ത് നോക്കാൻ പാടില്ലായിരുന്നു ബോളും ഇതുമായിട്ട്. പാവല്ലേ ബോള്. എന്തായാലും വിഷമിക്കൊന്നും വേണ്ട, നന്നായി മത്സരിച്ചു. നല്ലൊരു കൈഡി കൊടുത്തേ. മിഥുന, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം വിജയിക്കാൻ പറ്റട്ടെ. ഇവിടെയല്ല, ജീവിതത്തിൽ മുന്നോട്ട് കാണുന്ന മത്സരങ്ങളിൽ. വീട്ടിൽ കുട്ടൂസിനോട് എന്റെ അന്വേഷണം പറയുക. കുട്ടു ഇല്ല. മറ്റവരുടെ പേരോ? കുഞ്ഞൂട്ടൻ, വാവച്ചി. കുഞ്ഞൂട്ടനോടും വാവച്ചിയോടും എന്റെ അന്വേഷണം പറയണം. പറയൂ. അവരോടും പറഞ്ഞോ? അല്ല, അച്ഛനോട് അമ്മ മിഥുൻ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനോ ഏത് മിഥുൻ എന്ന് ചോദിച്ചാൽ പ്രശ്നമാവില്ലേ? ഒന്നാമത് മിഥുനാണ്. ഓക്കെ, അപ്പോ എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ഇതുപോലെയുള്ള ഗെയിമും 25,000 രൂപ സമ്മാനവും അതിൽ കൂടുതൽ ഒരുപാട് സമ്മാനങ്ങളും പാട്ടും ഡാൻസും കലാകാരന്മാരൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. നാളെ നിങ്ങളുടെ ഇടയിലായിരിക്കും. അത് എപ്പോഴാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതി. ഞങ്ങൾ ഇന്ന് മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഇടയിലും വരാം. നമ്മൾ സൂപ്പർ ബമ്പർ മത്സരിക്കുന്നതായിരിക്കും. തൽക്കാലം മിഥുൻ പറയുന്നു ഗുഡ് ബൈ.